നോട്ടയ്ക്ക് കുത്തിയാൽ റീപോളിംഗ് നടത്തുമെന്ന് സുപ്രീം കോടതി. ആര് ഭരിച്ചാലും കണക്കാണെന്ന മട്ടിൽ നോട്ടയ്ക്കിട്ട് കുത്തുന്നവരുടെ എണ്ണം സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചാൽ ആ നിയോജക മണ്ഡലത്തിലെ ഫലം അസാധുവാക്കുവാനും പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുവാനുമാണ് നിർദ്ദേശം നൽകുമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകി. നോട്ടയേക്കാൾ കുറവ് വോട്ട് നേടുന്ന സ്ഥാനാർത്ഥികളെ 5 വർഷത്തേക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുന്ന ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നും എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ശിവ് ഖരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ പറയുന്നു. നോട്ടയെ ഒരു സാങ്കല്പിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാര്യക്ഷമവുമായ പബ്ലിസിറ്റി ഉറപ്പാക്കാൻ നിയമങ്ങൾ രൂപീകരിക്കുവാനും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പില്ലാതെ BJP സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ച സംഭവം ശിവ് ഖേരയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ എല്ലാവരും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട സാഹചര്യം നാം സൂറത്തിൽ കണ്ടുവെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂവെങ്കിലും വോട്ടർക്ക് നോട്ട എന്ന ഓപ്ഷൻ ഉള്ളതിനാൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹർജിക്കാരൻ കൂട്ടിച്ചേർത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നോട്ട എന്ന ഓപ്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ വോട്ടർക്കുള്ള തിരസ്കരിക്കാനുള്ള അവകാശത്തിന്റെ ഫലമാണ്. ഇപ്പോഴത്തെ കാലയളവിലെ പൗരന്റെ അവകാശം നിരസിക്കാനുള്ള അവകാശമാണ് നോട്ടയെ കാണുന്നതെന്നും ഹർജിയിൽ പറയുന്നു. മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും നോട്ടയുടെ ആശയവും ലക്ഷ്യവുമെന്ന് ഹർജിക്കാരൻ പറയുന്നു. ഒരു നിയോജക മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ക്രിമിനൽ കേസുകൾ തീർപ്പാക്കാത്ത സംഭവങ്ങൾ തുടരുന്നു. ഒരു വോട്ടർ എന്താണ് ചെയ്യുന്നത്? നോട്ട വോട്ടറുടെ കൈകളിലെ ശക്തമായ ആയുധമാണ്. നോട്ടയെക്കുറിച്ചുള്ള ഇലക്ഷൻ കമ്മീഷൻ അവബോധമില്ലായ്മയും പൊരുത്തക്കേടും രാജ്യത്തിന്റെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധത്തിനുള്ള ഉപകരണം ആകുമെന്ന നിലയിൽ ഈ ഓപ്ഷന്റെ ഉദ്ദേശം പരാജയപ്പെടുത്തിയെന്നും ഹർജിയിൽ അവകാശപ്പെടുന്നു. നോട്ടയെ ഒരു സാധുവായ സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്നതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു. നോട്ട മുതൽ ജനാധിപത്യ ഭരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഒരു പൗരൻ വോട്ട് ചെയ്യാത്തത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു സാധുവായ തെരഞ്ഞെടുപ്പാണ്. ഖേര സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഇത്തരം വാക്കുകളാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പൊതു താൽപര്യ ഹർജിയിൽ നോട്ടീസ് അയച്ചു. നോട്ട എന്ന ഓപ്ഷൻ ഉണ്ടായിട്ടും 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുവാക്കളുടെ വോട്ട് ശതമാനം ഗണ്യമായി കുറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാമെന്ന പരിശോധനയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും. കൈയിട്ടുവാരലും കുതികാൽവെട്ടലും കൊണ്ടാണെന്ന പച്ചയായ സത്യം അറിയാമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവകാശങ്ങളിൽ ഒന്നിനെ മാനിക്കാതെ പോകുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ശരിയല്ല.